വെള്ളം ഇങ്ങോട്ടൊക്കെ തെറിക്കും. പല്ലുണ്ട കേരള വഴിയുള്ളു, വേറെ വഴിയൊന്നുമില്ല. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് അലിഗേറ്ററിൻ്റെ സ്ഥലം മാറ്റാൻ പോവാണ്. അക്കിയോടത്ത് നിന്ന് ടാങ്കിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാ. എന്താണ് അതിന് പേര് ചോദിച്ചില്ല. ഇവരൊക്കെ നിങ്ങൾ നമ്മൾ നേരത്തെ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരെ വെച്ച്. അപ്പം അത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? അപ്പം ഉണ്ടല്ല, ഞാനിപ്പോൾ നമ്മുടെ അലിയുടെ ടാങ്ക് കാണിച്ചു തരാം. കേട്ടോ, ടാങ്ക് അല്ല, അലിയുടെ നമ്മുടെ അക്വേറിയം കാണിച്ചു തരാം. ഇപ്പോഴത്തെ അക്വേറിയത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇതുകൊണ്ട് അവിടെ ഇരിക്കണ്ട, ഇത് കണ്ട, ഇതാണിപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ അവസ്ഥ. എന്താണ് ഇത് കണ്ട, വെള്ളമൊക്കെ അഴുക്കായിട്ട് അലമ്പായിട്ട് കേട്ടാ. മീനെ കാണാൻ കൂടി വയ്യ കേട്ടാ. ഇവിടെ ഇങ്ങനെ നിപ്പണ് കേട്ടാ. അപ്പൊ നമ്മൾ ഈ അക്വേറിയത്തിൽ നിന്ന് വേറൊരു വലിയ ടാങ്കിലോട്ട് മാറ്റാൻ പോകുന്നു. ആ ടാങ്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അക്വേറിയം കണ്ടല്ലോ, അക്വേറിയം മൊത്തം അഴുക്കായിട്ടിരിക്കുകയാണ്. അതിപ്പോ ഈ ടാങ്കിലോട്ട് മാറ്റാനുള്ളതുകൊണ്ടാണ് പിന്നെ വെള്ളം മാറ്റാൻ കേട്ടാ. അപ്പൊ നമ്മുടെ അക്വേറിയം ടാങ്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടതേ. ഇത് ഇവിടെ നിന്ന് മഴവെള്ളം പിടിച്ച് വെക്കണ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നനക്കാനൊക്കെ ആയിട്ട്, കൃഷിക്ക് നനക്കാനായിട്ട് വെച്ച ടാങ്കാണ്. ഇതിനകത്ത് കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലുള്ള സാധനമൊക്കെ നമ്മൾ ഉരച്ച് കഴിക്കായിരുന്നു, അത്രേ പോകുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഹോള് കണ്ട, അത് സംഭവം എന്ന് വെച്ചാൽ ഇത് അടച്ചു വെച്ചൊക്കെയായിരുന്നു. ഒരു പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടാങ്ക് കഴിക്കുന്ന സമയത്ത് ഒന്ന് മറയ്ക്കാൻ നേരത്തെ ഈ ഒരു കയറിൽ തട്ടി ആ പൈപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ അടച്ചു വെക്കാനായിട്ട് ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു കാണും. ഇതിപ്പോൾ അടച്ചു വെക്കാൻ രീതിക്കാണ് ഞാൻ മേടിച്ച് വെക്കണത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്കി കിടക്കാൻ അഴുക്കുണ്ടല്ലോ, ഈ താഴത്തേക്ക് കുറേ അഴുക്ക് കിടപ്പുണ്ട്. ഇതൊന്ന് കലക്കി കളയണം. അപ്പോൾ ഈ ടാങ്ക് ക്ലീൻ ആക്കണം. അതാര് ഇറങ്ങും ഇതിനകത്തപ്പം? നീ ഇറങ്ങ്, നീ ആകുമ്പോൾ ഒരുങ്ങി വന്നേക്കല്ലേ. ഇതല്ലേ നീ കഴിഞ്ഞ വീട്ടിൽ ഇട്ടത്? നീ ഇറങ്ങുമോ? ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കലക്കി വിട്ടാൽ. ഞാൻ നേരത്തെ കഴുകി വെച്ചതിനാണ്. പിന്നെ ആ സാധനം പൊട്ടിപ്പോയതുകൊണ്ടാണ് പിന്നെ മാറ്റാൻ കുറച്ച് താമസിച്ചത്. ഇനി അക്വേറിയത്തിൽ ഇട്ടാൽ ആ അക്വേറിയം മൊത്തം പൊട്ടിക്കും. ഇപ്പം തന്നെ ഭയങ്കര അഗ്രസീവാണ്. വെള്ളമൊക്കെ അടിച്ച് താഴത്ത് നിലത്തൊക്കെ ഇട്ട് മൊത്തം അലമ്പാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കിത് മാറ്റണം. ആദ്യം നമുക്ക് കണ്ടല്ല, ഈ ഒരു ടാങ്ക് നമ്മുടെ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് കൊണ്ട് വെക്കാം. എന്നിട്ട് വെക്കാൻ ഈ സാധനം വെക്കാം. ഇതിൽ ഉരുട്ടിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതിനാണ് എൻ്റെ അസിസ്റ്റൻസ് ഞാൻ വിളിച്ചു വരുത്തേക്കുന്നത്. ഈ ഒരു സാധനം പിടിച്ചാൽ ഇത് കുറച്ച് വെള്ളം കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇത് ആദ്യം കളഞ്ഞിട്ട് കൊണ്ടുപോകാം. ഇല്ല ഭയങ്കര പാടായി. ഇവിടെ ഹോള് കിടപ്പുണ്ട്, അത് കാരണം പിന്നെ വെള്ളം കളയാൻ പിന്നെ കുഴപ്പമില്ല. ഇത് കണ്ട, അടിക്കൽ വെള്ളം പൊക്കോളും. അങ്ങനെ ചോദിച്ചാ അഴുക്ക് കണ്ട, മട്ട് കലക്ക് കളയണം. ഇനി പൈസ നമ്മടല്ല, ടാങ്കിലെ വെള്ളമൊക്കെ മൊത്തം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടാങ്ക് കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. സഹായിക്കാൻ പിടിക്കാത്തത് ഉടായിപ്പാണ് കേട്ടോ. നമ്മളത് അപ്പൊ വീടിന്റെ സൈഡിലായിട്ട് ഈ ഒരു മരത്തിന്റെ അടിയിലാണ് അട വെച്ചേക്കണത്. നമ്മൾ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഇട്ടിക്കോളും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സാധനം എന്തി കൈ ചേപ്പിക്കാൻ കൊടുത്താൽ കളഞ്ഞാൽ വിചാരിക്കും. ഈ സംഭവം ഉണ്ടല്ലോ, അതെ, ഇത് നമ്മുടെ എൻഡ് ക്യാപ്പ് ഉണ്ടല്ലോ, ത്രെഡുള്ള എൻഡ് ക്യാപ്പാണ് കേട്ടോ. ഇത് നമ്മൾ അടച്ചു വെക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തുറന്ന് വെള്ളം കളയാൻ പറ്റും. എന്നിട്ട് നമ്മളത് ഈ കാര്യം കാണിച്ചു കൊടുത്താൽ ഇതിങ്ങനെ തുറന്നിട്ട് ഈ ഒരു ഐറ്റം അകത്ത് വെക്കും. ഈ ഒരു വാഷ്റൂം ഇതും കൂടി അകത്ത് ഫിറ്റ് ചെയ്യും. പിന്നെ ഇത് രണ്ടും പുറത്ത് വെക്കും. എന്നിട്ട് എൻഡ് ക്യാപ്പും കിട്ടാൽ വെള്ളം പോകില്ല. ഓക്കെ, നമുക്ക് ആദ്യം അത് ചെയ്യാം. ഗൈസ്, ഇവർക്ക് ഭയങ്കര പരാതി, ഇവരെ കൊണ്ടൊന്നും പറയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞോ. എങ്ങോട്ട്? ഗൈസ്, വേറൊരു ടാസ്ക് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു സാധനം നമുക്ക് അകത്ത് വെക്കണം. അപ്പോൾ അതിനകത്ത് ചരിച്ചിട്ട് അകത്ത് കയറാമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് അകത്തും വെക്കണം, അപ്പോൾ പുറത്തും വെക്കണം. മെനക്കെട്ട പണിയാണ്. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. നീ കയറുവോ? ഇവിടെ കയറുന്നുണ്ടോ പറയണേ? നമുക്ക് ചരിച്ചിട്ട് നമുക്ക് വെച്ച് നോക്കാം. ഗൈസ്, നമുക്ക് ഇതിനകത്ത് ഇനി കേരള വഴിയുള്ളു, വേറെ വഴിയൊന്നുമില്ല. കയറാം, പൊട്ടിയൊന്നുമില്ല തോന്നും. ഓക്കെ, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. സാധനം ഓക്കെ, ഇനി നമുക്കല്ല അകത്ത് ഫിറ്റ് ചെയ്യാം. ഞാൻ പോണു, ടാറ്റാ. ഇവിടെ ഭയങ്കര മണം ചൂടുമാണ്. ഇത് വാഷ്റങ്ങി വെക്കുക.
ടൈറ്റാക്കി പിടിച്ചോട്ടാ. ഓക്കെ സെറ്റ്. ടൈറ്റാക്കി പിടിച്ചോ. ഓക്കെ നമ്മളെ സാധനം ടൈറ്റാക്കി ഇനി ഇറങ്ങിട്ട് ഇവിടെ ഭയങ്കര ചൂടാ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? സാധനം കാണിക്കും. ഇനി നമുക്കുണ്ടല്ല കുറച്ച് അഴിക്കൂടെ ഉണ്ട്, നമുക്ക് കൈ കളഞ്ഞിട്ട് എൻഡ് ക്യാപ്പിട്ട് അടച്ചു വെക്കാം. ഇപ്പൊ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നമുക്ക് ടഫ്ലം ചുറ്റി എടുക്കാൻ കേട്ടോ, ഇല്ല ചിലപ്പോൾ ലീക്ക് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എൻഡ് ക്യാപ്പ് വെക്കാം. അങ്ങനത്തെ എക്സ്പേർട്ടൊന്നും ഇല്ല, നമുക്ക് പട്ടണ പോലൊക്കെ വെക്കാം. പെട്ടെന്ന് ചുറ്റാം. ഇനി ഉണ്ടല്ലേ എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്, സെറ്റ്. ഇനി വെള്ളം നിറച്ചാൽ മാത്രം മതി. ഗൈസ് നമ്മളെ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നണം കേട്ടോ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടേക്ക് വെച്ച് ചിലപ്പോൾ പൂച്ചയൊക്കെ വലിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവനവിടെ പൈപ്പ് ഓണാക്കാനുണ്ട്. നമുക്ക് പൈപ്പ് ലൈൻ വെള്ളമാണ് എടുക്കുന്നത്, ജപ്പാൻ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് നിറക്കാം. അതാകുമ്പോൾ കുറച്ച് ക്ലിയർ വെള്ളമായിരിക്കും. ആദ്യത്തെ 2 ദിവസം ഉണ്ടാവുള്ളൂ, ആ 2 ദിവസം വരെയൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം നിറക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മീൻ ഇടാം. ഇപ്പോൾ ഇട്ടാൽ ആ ക്ലോറിൻ ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ മീൻ ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഗൈസ് ഇവിടെ വെള്ളം നടക്കണുണ്ട്. അതേ കുറച്ച് മണ്ണകത്ത് കിടപ്പുണ്ട് കേട്ടോ, അത് കഴുകിയിട്ട് പോകണില്ല. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല, കുറച്ച് മണ്ണല്ലേ. ഇതേ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് വന്നപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ഓസായത് കാരണം ഭയങ്കര താമസം കണ്ടോ. അതേ നമുക്കൊരു ഈ ഒരു ലെവൽ വരെ നമുക്ക് വെള്ളം നിറക്കാം, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു വന്നാലും വല്ല കാക്കയാകുമ്പോൾ കുത്തിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റും കൂടി ഇടാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതേ അപ്പോൾ ഇന്നാണ് നമ്മൾ അലിഗേറ്റർ കാരണം നമ്മളെ ടാങ്കിലോട്ട് മാറ്റാൻ പോണത്. ടാങ്ക് അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നീയാണോ മാറ്റാൻ പോണത്? നീ പിടിച്ച് മാറ്റുമോ? അപ്പോൾ അവള് ക്യാമറ പിടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അക്യോറത്തിലെ വെള്ളം കുറച്ച് മാറ്റണം, എന്നിട്ട് നമുക്ക് മീനെ പിടിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് ടാങ്കിൽ കൊണ്ടിടാം കേട്ടോ. ഇതേ നമ്മുടെ അലിക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആൾ നല്ല കൂളായിട്ട് കിടക്കുകയാണ്. ഞാൻ ഫുഡ് കൊടുത്തു, പക്ഷേ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവൻ വെള്ളം മാറ്റും കേട്ടോ. വെച്ചോ, ഇതിങ്ങനെ നിൽക്കിയാൽ മതി, വെള്ളം ഇങ്ങനെ വന്നോളൂ ഇവിടെ കൂടി. അപ്പോൾ നമുക്കുണ്ടല്ലേ വെള്ളം കുറച്ച് കളയാം, എന്നിട്ട് നമുക്ക് ഇവനെ എടുക്കാം. ഇല്ലെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം കളഞ്ഞിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി കളയാനുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതും കൂടെ ഒന്ന് കളഞ്ഞിട്ട് വരാം. ഇത്രയും വെള്ളം നമുക്കുണ്ടില്ല, അഴുക്ക് കണ്ട നല്ല അഴുക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആദ്യം കളഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കളയാം. ഏകദേശം നമ്മുടെ വെള്ളം തീർന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനൊരു ആഗ്രഹം, നമ്മുടെ അലീനൊന്ന് പിടിക്കണം. പിടിച്ചോടാ കണ്ട, ഒരു കുഴപ്പമില്ല, പാവമാണ്. തൊട്ടോടാ കണ്ട, ഒരു കുഴപ്പമില്ല, നല്ല പാവം കേട്ടാ. ഓ എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണോ? നീ തൊട്ടില്ലല്ലേ? ഓ തൊട്ടോടി തൊട്ട് നോക്ക്. നമ്മൾ അക്യൂറത്തിലെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടി ടൂട്ട് എടുത്തിട്ടുണ്ട്, അടിച്ചു വാരി പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് മീനൊക്കെ വരാൻ പാ അലമ്പം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് കുറച്ച് വൈകിട്ടാണ്. വെള്ളം ഇങ്ങോട്ടൊക്കെ തെറിക്കും. അക്യൂറി മുട്ടിക്കും. നോക്കട്ടെ, സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മീനെ വേറെ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ടാങ്കിക്കൊണ്ടിടാം. ഇത് നമ്മുടെ അലിഗേറ്റർ എന്നത് ബക്കറ്റിലാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ടാങ്കിക്കൊണ്ടിടാം പാത്രം. കിട്ടി സാധനം കിട്ടി. മേടിച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ആള് പുറം ലോകം കാണാറ്. വെള്ളം മാറ്റി കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് പൈപ്പ് ലൈൻ വെള്ളത്തിൽ ഇട്ടേക്കണ കാരണം
അത് ഇടാൻ പോണ കാരണം നല്ല തെളിഞ്ഞിപ്പോൾ കാണാൻ പറ്റും. 2 ദിവസത്തേക്ക് ഇട്ടാം. അത് ഇനി പച്ചക്കളാക്കി പിടിക്കാൻ അലമ്പാവും. തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇവിടെ വെക്കാം. ഗൈസ് നമ്മുടെ ടാങ്ക് ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അതെ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് തുണിയിൽ വെച്ച് പിടിച്ച് നമുക്ക് ശരിക്കും അടുത്ത് കാണിച്ചു തരാൻ കിട്ടുന്നുണ്ടാവാം. എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് അത് നോക്കാം. കാരണം നമുക്ക് പിന്നെ പിടിക്കാം. എനിക്കിങ്ങനെ മീനൊക്കെ പിടിക്കാണ്ട് ചെറിയൊരു പേടി ഉണ്ട്. നീ പിടിക്കുവാടാ? നീ പിടിക്കോടി. ഞാൻ പിടിക്കും. അയ്യോ എന്താണ് ചെറിയൊരു പേടി, അത്രയും. അത് ഭയങ്കര വഴുക്കിലുള്ളാറുണ്ട്, ഭയങ്കര വഴുകി പോണ്. നിങ്ങൾക്ക് വേണ്ട നമ്മളെ കിട്ടിയിട്ടുണ്ട് കേട്ടോടാ, കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവന്റെ ശരിക്കുള്ള രൂപം. കണ്ട എങ്ങനെയുണ്ട് സാധനം? സെറ്റല്ലേ? വായുമ്പോൾ ചെയ്യാം. പല്ല് കൈ വെച്ച് നോക്കി കടിക്ക് ഗൈസ്. അപ്പൊ നമുക്ക് നീ വലിയതൊന്നും ഇവിടെ വാവിളിച്ചിരിപ്പുണ്ട്, എനിക്ക് അറിയില്ല. നമുക്ക് നേരെ വെള്ളത്തേക്ക് ഇട്ടാക്കാൻ വേണ്ട. കാണിച്ചു റിലീസാക്കി വിടുന്നുണ്ടോ? മീനെ പിടിച്ച ശേഷം ഭയങ്കര വഴുക്കൽ. നമ്മളിതിനെ മേടിച്ചിട്ട് വന്നപ്പോ ദേ ഇത്ര ഉള്ളായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ കിട്ടാം. ആദ്യം ദേ ഈ ഒരു കൈ കാണിച്ചേ. ദേ ഈ ഒരു സൈസോട് നമ്മളെ മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു സൈസ് ഈ ടാങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും, കണ്ട. പക്ഷേ കണ്ട, നേരിട്ട് കണ്ടിരിക്കണവർ പറയണത് നല്ല വലുതാണെന്ന്. ഇതേ നമ്മൾ നെറ്റൊക്കെ വെച്ചതേ നമ്മുടെ ടാങ്ക് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാക്കയുടെ പൂച്ചയുടെ പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഔട്ടർ പറയണത് ഞാനല്ല, ഇവളാണ് കേട്ടോ. നീ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.